താമരശ്ശേരി രൂപതയുടെ താൽപര്യം പരിഗണിച്ച് തിരുവമ്പാടി സീറ്റ് കോൺഗ്രസിന് നൽകാൻ മുസ്ലിം ലീഗ് സന്നദ്ധത പ്രകടിപ്പിച്ചതായി രേഖ. ഇക്കാര്യം സൂചിപ്പിച്ച് 2011 PK കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടിക്ക് എഴുതിയ കത്ത് പുറത്തുവന്നു. സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതിനാൽ കത്ത് സംബന്ധിച്ച കാര്യങ്ങൾ ഇനി ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. താമരശ്ശേരി രൂപത പ്രതിനിധിയുടെയും രമേശ് ചെന്നിത്തലയുടെയും സാന്നിധ്യത്തിലാണ് ഈ കത്ത് അന്നത്തെ ലീഗ് ജനറൽ സെക്രട്ടറി ആയിരുന്ന കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടിക്ക് കൈമാറിയത്. തിരുവമ്പാടിയിൽ മലയോര കുടിയേറ്റ കർഷക പ്രാതിനിധ്യം വേണമെന്ന സഭയുടെ സമ്മർദ്ദത്തെ തുടർന്ന് 2011 കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ വെച്ച് നടന്ന ചർച്ചയ്ക്കൊടുവിലാണ് 2016 സീറ്റ് കൈമാറുമെന്ന വ്യവസ്ഥ ഉണ്ടാക്കിയത്. കത്തിൽ പറയുന്നത് ഇങ്ങനെ: ഈ പ്രാവശ്യത്തെ സീറ്റ് വിഭജന ചർച്ചയിൽ തിരുവമ്പാടി സീറ്റ് ആവശ്യപ്പെട്ടിരുന്നല്ലോ. ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സീറ്റ് വിട്ടുതരാൻ ബുദ്ധിമുട്ടുണ്ട്. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റ് കോൺഗ്രസിന് വിട്ടുതരാനും പകരം കോൺഗ്രസിൽ നിന്ന് മറ്റൊരു സീറ്റ് വാങ്ങി തിരുവമ്പാടി സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുക്കാൻ സന്നദ്ധരാണെന്നും അറിയിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ തന്നെ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് ക്രൈസ്തവനായ ഒരാളെ മത്സരിപ്പിക്കണമെന്ന ആവശ്യവുമായി താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലെ മലയോര വികസന സമിതി രംഗത്തെത്തിയിരുന്നു. ഈ ഉടമ്പടി കത്ത് ചൂണ്ടിക്കാട്ടിയായിരുന്നു മലയോര വികസന സമിതിയുടെ നീക്കമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്നാൽ സ്ഥാനാർത്ഥി നിർണയം നടന്ന സാഹചര്യത്തിൽ കത്ത് ചർച്ച ചെയ്യേണ്ടെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കത്ത് കൊടുത്തത് മുഖ്യമന്ത്രിക്കാണെങ്കിൽ അതല്ലേ പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയും ഞങ്ങളൊക്കെ ഇപ്പോഴും ചർച്ച നടക്കുകയാണല്ലോ. മുഖ്യമന്ത്രിയെ കത്ത് കൊടുത്താണെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കും. മനസ്സിലായില്ലേ? അതിൻ്റെ ഡീറ്റെയിൽസ് മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ച് പിന്നെ അതിൻ്റെ വിശദാംശങ്ങളും ആദ്യമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യും. ഇവിടെ ഇപ്പോഴും ചർച്ച നടക്കുന്നില്ലേ? തിരുവമ്പാടി സീറ്റ് ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. തിരുവമ്പാടി സീറ്റിന്റെ കാര്യത്തിൽ പുനർവിചിന്തനം വേണ്ട എന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ്. കോൺഗ്രസ് തിരുവമ്പാടി സീറ്റ് ഏറ്റെടുത്തില്ലെങ്കിൽ സ്വന്തം സ്ഥാനാർത്ഥികളുമായി തെരഞ്ഞെടുപ്പിനിറങ്ങാൻ മലയോര വികസന സമിതിയും തീരുമാനിച്ചിട്ടുണ്ട്. ഷിത ജഗത്, മീഡിയ 1, കോഴിക്കോട്.